അബ്ദുറഹീമിനെ പോലെ നിമിഷപ്രിയക്കും ഉണ്ടാവണം. മലയാളികളുടെ ആഗ്രഹമാണത്. അൽഹംദുലില്ലാഹ്, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടെ ഈ പെരുന്നാൾ ദിനത്തിൽ 10 മാസം ഗർഭം ചുമന്ന് പെറ്റുനോവ് സഹിച്ച് പ്രസവിച്ച ഉമ്മയിൽ നിന്നകന്ന് 20 വർഷത്തോളം റിയാദ് ജയിലിൽ കിടന്ന വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ അബ്ദുറഹീം ഇന്ന് നാട്ടിലെത്തിയ സന്തോഷം. സത്യത്തിൽ ഇന്ന് വാർത്താ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ സംസാരവും എല്ലാം കേൾക്കുമ്പോൾ മനസാക്ഷിയുള്ള എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ലോകത്തിന് ഇന്ന് വിട പറയേണ്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു വ്യക്തി ഒരുപാട് ആളുകളുടെ, കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മ കൊണ്ട് അദ്ദേഹം ഇന്ന് നാട്ടിലെത്തി, ഉമ്മയുടെ അടുത്തെത്തി എന്ന സന്തോഷം കാണുമ്പോൾ സത്യത്തിൽ റഹീം നമ്മുടെ ആരുമല്ല. റഹീം ആരാണെന്നും നമുക്കറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ മനസാക്ഷിയുള്ള ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. നല്ലതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാൽ അതുപോലെ തന്നെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് അല്പം ദീർഘം കിട്ടി എന്നല്ലാതെ ഇപ്പോഴും മോചിതയായിട്ടില്ല, വധശിക്ഷ മാറ്റിയിട്ടുമില്ല. അവരും ഇതേപോലെ അവരുടെ കുടുംബങ്ങളൊക്കെ പൂർണ്ണമായും മാപ്പ് കരാറിൽ ഒപ്പിട്ട് ക്ലിയറാക്കിയാലേ നിമിഷപ്രിയക്കും നാട്ടിലെത്താൻ പറ്റും. തെറ്റുകൾ സംഭവിക്കും, എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുമ്പോൾ മനുഷ്യനാണ്, പലപ്പോഴും പല ഘട്ടങ്ങളിലും തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അത് നമ്മുടെ നാട്ടിലൊരാൾ അങ്ങനെ അവിടെ കിടക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെ മലയാളികളെ കുറിച്ചിടത്തോളം അതൊരു വേദനയുള്ള കാര്യമാണ്. അതിനുള്ള അർഹമായ ശിക്ഷ അവർക്ക് കിട്ടി. 20 വർഷത്തോളം നമ്മുടെ അബ്ദുറഹീം ജയിലിൽ കിടന്നു. നാടില്ല, വീടില്ല, രാജ്യമില്ല, ഒന്നുമില്ലാതെ ജയിലറക്കുള്ളിൽ 20 വർഷം കടന്നു. അതേപോലെ തന്നെ നിമിഷപ്രിയയും ഇപ്പോഴും ജയിലിൽ തന്നെ കിടക്കുകയാണ്. അതൊക്കെ അർഹമായ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ജീവനോടുകൂടെ അവരും നാട്ടിലെത്തണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ എല്ലാവരും തയ്യാറാകണമെന്നതാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ എ പി ഉസ്താദിൻ്റെയൊക്കെ ഇടപെടൽ കൊണ്ട് നീണ്ടുപോയി. കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ഡേറ്റുകൾ മാറി എന്നല്ലാതെ വധശിക്ഷ മാറ്റിവെക്കുകയോ അതല്ലെങ്കിൽ ജയിൽ ഒഴിവാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനാ കുടുംബങ്ങൾ സമ്മതിക്കണം. അതും കൂടി കഴിഞ്ഞ് നിമിഷപ്രിയയും ഇതേപോലെ നാട്ടിലെത്തണമെന്നാണ് ജനാധിപത്യ വിശ്വാസികളുടെയൊക്കെ ആഗ്രഹം. വർഗീയത ചിന്തിക്കുന്ന ആളുകളെ കുറിച്ചിടത്തോളം അങ്ങുമിങ്ങൊക്കെ ചിന്തിക്കും. പക്ഷേ കേരളത്തിൻ്റെ മനസ്സാക്ഷി അറിയുന്നവർക്കൊക്കെ സത്യത്തിൽ എല്ലാവരും ഒരുമിക്കണം, എല്ലാവരും ഒന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതേപോലെ നല്ലൊരു ദിനത്തിൽ നിമിഷപ്രിയയും നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കണം. ചെയ്ത ശിക്ഷകൾക്കൊക്കെ നല്ലോണം ശിക്ഷ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇനിയുള്ള ശിഷ്ടകാലം ഇവരൊക്കെ നല്ല നിലയിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മെക്കുറിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ് ഇനി കേരളത്തിൽ മലയാളിയായ ഒരു നിമിഷപ്രിയയും അവിടെ കിടക്കുന്നുണ്ട്. അബ്ദുറഹീം നാട്ടിലെത്തുമ്പോൾ ഉണ്ടായ ആ സന്തോഷം, സ്വന്തം ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴുള്ള ആ സന്തോഷം, നാട്ടിലെ ജനങ്ങൾ, ബോച്ചയടക്കമുള്ള നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന്, കേരളത്തിലെ ജനങ്ങൾ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ റഹീമിനെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചതുപോലെ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും മാപ്പ് എന്നൊരു വിഷയമുണ്ട്. മാപ്പ് എന്നതൊരു വലിയ വിഷയമാണ്. ഫോർഗീവ്നെസ്, വിട്ടുവീഴ്ച, അതാണൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഘടകം. ഫോർഗീവ്നെസ് ചെയ്തു കഴിഞ്ഞാൽ, യമനെക്കുറിച്ചിടത്തോളം യമന് സൗദി എന്നൊക്കെ പറഞ്ഞാൽ കൊലക്ക് കൊല, ശിക്ഷയ്ക്ക് ഇതേപോലെ കിസാസാണ്. അവിടെയൊക്കെ കിസാസുകളാണ്, ചെയ്തതിന് പകരം ചെയ്യുക എന്ന്. അത് മാറണമെങ്കിൽ അവിടുത്തെ കുടുംബങ്ങൾ സമ്മതിക്കണം. അവരതിനെന്തെങ്കിലും പ്രായശ്ചിത്ത പൈസ മേടിച്ചിട്ട്
ദിയാദനം മേടിച്ച് അത് ഒഴിവാക്കി കൊടുക്കാം, അല്ലാതെയും ഒഴിവാക്കി കൊടുക്കാം. അല്ലാത്തൊരു വശം ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങളുടെ മനസ്സിൽ അതൊന്ന് ഒഴിവാക്കി കൊടുക്കാൻ മനസ്സുണ്ടായി. അവരുടെ മനസ്സിലതില്ലെങ്കിൽ നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ മനസ്സിൽ നിന്നത് ഒഴിവാക്കാമെന്നൊരു തീരുമാനമെടുത്ത് ആ നിമിഷപ്രിയയും നാട്ടിലെത്തണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനുള്ള കാത്തിരിപ്പിലാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരാൾ അവിടെ കിടന്ന് കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥ വരരുതേ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. അങ്ങനെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒന്നുകൂടി ഈദ് മുബാറക്.